കൺസൈൻമെൻറ്റിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അഡ്വാൻസ് മുതലാണ് പഠിക്കുക. അപ്പോൾ ഇതിന് മുമ്പത്തെ ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് അഡ്വാൻസ് പോലുള്ള കുറച്ച് തിയറി ഭാഗങ്ങളും ഒപ്പം തന്നെ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചെടുക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കൺസൈൻമെൻറ്റിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മളിന്ന് പഠിക്കുന്നത് അഡ്വാൻസ് മുതലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓവർ റൈഡിംഗ് കമ്മീഷന് എന്താണെന്ന് വരെ പഠിച്ചു. അപ്പോൾ ഇത് നമുക്ക് അഡ്വാൻസ് എന്താണ് എന്നുള്ളത് നോക്കാം. അഡ്വാൻസ് ഈസ് എ കോമൺ ട്രേഡ് പ്രാക്ടീസ് ഇൻ കൺസൈൻമെൻറ്റ്. ദ കൺസൈനർ മേ ഡിമാൻഡ് സം അഡ്വാൻസ് ഫ്രം ദി കൺസൈനി ആസ് എ സെക്യൂരിറ്റി ഫോർ ദി ഗുഡ്സ് ഡെസ്പാച്ച്ഡ് ടു ഹിം. അതായത് അഡ്വാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഇത് കൺസൈനി, അതായത് ഗുഡ്സ് വിൽക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന വ്യക്തി അല്ലേ, കൺസൈനർക്ക് കൊടുക്കുന്ന ഒരു എമൗണ്ടാണ് ആദ്യം കൊടുക്കുന്നത്. അതായത് കൺസൈൻമെൻറ്റ് ഗുഡ്സ് കിട്ടുമ്പോൾ അതിൻ്റെ സെക്യൂരിറ്റി ആയിട്ട് കൺസൈനർ ഇത്തരത്തിലുള്ളൊരു എമൗണ്ട് ആവശ്യപ്പെടാറുണ്ട്. അഡ്വാൻസ് ആയിട്ട് കുറച്ച് തുക ആദ്യമേ തന്നെ കൺസൈനർ വാങ്ങിക്കും. അതിനുശേഷമേ ഗുഡ്സ് വിട്ടുകൊടുക്കുകയുള്ളൂ. അതായത് ഒരു എമൗണ്ടും സ്വീകരിക്കാതെ ഗുഡ്സ് ആദ്യമേ വിട്ടുകൊടുക്കുന്നത് കൺസൈനർക്ക് റിസ്ക് ആണല്ലേ. അപ്പോൾ ആ റിസ്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി ആദ്യമേ തന്നെ ഒരു അഡ്വാൻസ് ആയിട്ട് ഒരു എമൗണ്ട് വാങ്ങിച്ചിട്ട് മാത്രമേ കൺസൈനിക്ക് ഈ ഗുഡ്സ് അയക്കാറുള്ളൂ. അപ്പോൾ അത് ഗുഡ്സിൻ്റെ സെക്യൂരിറ്റി, അയക്കുന്ന ഗുഡ്സിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള അഡ്വാൻസ് ആയിട്ട് കിട്ടുന്ന ഒരു എമൗണ്ടിനെയാണ് നമ്മൾ അഡ്വാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്വാൻസ് കൊടുക്കുന്നത് ക്യാഷ് ആയിട്ട് അല്ലെങ്കിൽ ബാങ്ക് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ടോ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിട്ടോ ഏത് രീതിയിലും ഈ അഡ്വാൻസ് കൺസൈനർക്ക് കൊടുക്കാറുണ്ടല്ലേ. അപ്പോൾ എന്താണ് അഡ്വാൻസ് എന്നുള്ളത് മനസ്സിലാക്കുക. ദ കൺസൈനി വിൽ സെൻഡ് സം എമൗണ്ട് ഓഫ് ആൻ അഡ്വാൻസ് ബിഫോർ ഓർ ആഫ്റ്റർ ഹി റിസീവ് ദ ഗുഡ്സ് അല്ലേ. ഇപ്പോൾ ഗുഡ്സ് കൺസൈൻമെൻറ്റ് വഴി കിട്ടുന്നത് മുമ്പോ അല്ലെങ്കിൽ കിട്ടിയതിന് തൊട്ട് ശേഷമോ അല്ലേ, അത്തരത്തിലുള്ള ഒരു അഡ്വാൻസ് എമൗണ്ട് ഇവിടെ കൺസൈനി കൊടുക്കാറുണ്ട്. അവസാനം ഇങ്ങനെ അഡ്വാൻസ് കൊടുക്കുമ്പോൾ, അതായത് അഡ്വാൻസ് റിസീവ്ഡ് ഫ്രം ദി കൺസൈനി ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ദി കൺസൈനീസ് പേഴ്സണൽ അക്കൗണ്ട്. അപ്പോൾ അഡ്വാൻസ് ഇങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ അത് കൺസൈനിയുടെ അക്കൗണ്ടിൽ, പേഴ്സണൽ അക്കൗണ്ടിലെ എമൗണ്ട് ഇത്രയും കിട്ടിയതിന് കാണിക്കാൻ വേണ്ടി അത് ക്രെഡിറ്റ് ചെയ്ത് വയ്ക്കും. സിമിലർലി ദ അഡ്വാൻസ് വിൽ ബി അഡ്ജസ്റ്റഡ് അഗെയിൻസ്റ്റ് ദ എമൗണ്ട് ഡ്യൂ ഫ്രം ദി കൺസൈനി വെൻ ദ അക്കൗണ്ട്സ് ആർ ഫൈനലി സെറ്റിൽഡ്. അവസാനം എന്താണ് ചെയ്യുക, പിന്നീട് അവസാനം വിൽപ്പന എല്ലാം നടന്നു കഴിയുമ്പോൾ ഒരു എമൗണ്ട് കൺസൈനർ കൊടുക്കാനുണ്ടാവും അല്ലേ. അപ്പോൾ ആ സമയത്ത് ആദ്യം കൊടുത്ത അഡ്വാൻസ് എമൗണ്ട് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് കൊടുക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ അത് അഡ്വാൻസ് കൊടുത്തത് ഫൈനൽ സെറ്റിൽമെൻറ്റ് സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യും. അതിനുശേഷം മാത്രമേ ബാക്കിയുള്ള തുക മാത്രം കൺസൈനി കൊടുത്താൽ മതി. അതാണ് അഡ്വാൻസ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് എക്സ്പെൻസസ് ഓൺ കൺസൈൻമെൻ്റ് ആണ്. കൺസൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്പെൻസുകൾ രണ്ട് തരത്തിലാണുള്ളത്, നോൺ റെക്കറിങ് എക്സ്പെൻസും റെക്കറിങ് എക്സ്പെൻസും. അപ്പോൾ ഈ എക്സ്പെൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ ഇത് ആവശ്യമുണ്ട്. അപ്പോൾ നോൺ റെക്കറിങ് എക്സ്പെൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് നോൺ റെക്കറിങ് എക്സ്പെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. നമ്മൾ സാധാരണ ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ തയ്യാറാക്കുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്ന ഐറ്റംസാണ് ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. അത് തന്നെയാണ് നോൺ റെക്കറിങ് എക്സ്പെൻസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദീസ് ആർ എക്സ്പെൻസസ് വിച്ച് ആർ ഇൻകേർഡ് ഫോർ പ്ലേസിംഗ് ദ ഗുഡ്സ് ഇൻ സെയിലബിൾ കണ്ടീഷൻ. അതായത് ഒരു ഗുഡ്സ് നിർമ്മിച്ച് അത് സെയിലബിൾ കണ്ടീഷൻ ആക്കുന്നത് വരെ, വിൽപ്പന യോഗ്യമാക്കുന്നത് വരെ ഉണ്ടാകുന്ന ചിലവാകുന്ന കൺസൈനർ ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ടും ചിലവാകുന്ന തുകയാണ് നമ്മൾ നോൺ റെക്കറിങ് എക്സ്പെൻസ് എന്ന് പറയുക. ഓൾ എക്സ്പെൻസസ് ഇൻകേർഡ് വെദർ ബൈ ദ കൺസൈനർ ഓർ ദ കൺസൈനി. അതായത് കൺസൈനിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള നോൺ റെക്കറിങ് എക്സ്പെൻസ് ഉണ്ടാകാറുണ്ട്. അത് ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും ടിൽ ദ ഗുഡ്സ് ആർ ബ്രോട്ട് ടു ദി ഗോഡൗൺ ഓഫ് ദി കൺസൈനി ആർ കമ്മിങ് ഇൻ ദിസ് കാറ്റഗറി. അതായത് കൺസൈനിയുടെ ഗോഡൗൺ വരെ ഈ ഗുഡ്സ് എത്തിക്കുന്നത് വരെയുള്ള ചിലവ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, നോൺ റെക്കറിങ് എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് ഗോഡൗണിൽ എത്തിക്കുമ്പോൾ, അവിടെ എത്തിക്കഴിയുമ്പോൾ അത് അൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി മുടക്കുന്ന തുക ചിലപ്പോൾ കൺസൈനി ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. പക്ഷേ ആ ഗോഡൗണിൽ എത്തുന്ന വരെയുള്ള ചിലവ് എന്താണ്, നോൺ റെക്കറിങ് എക്സ്പെൻസ് ആണ് അല്ലേ. സച്ച് എക്സ്പെൻസസ് ഇൻക്ലൂഡ്, ആ എക്സ്പെൻസുകളുടെ ആ ഒരു എക്സാമ്പിൾ ഒന്ന് ഓർത്തിരിക്കുക. പാക്കിംഗ് ആൻഡ് ഫോർവേഡിംഗ് ചാർജസ്, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജസ്, ക്യാരേജ് ആൻഡ് കാർട്ടേജ്, ഫ്രൈറ്റ് ആൻഡ് റെയിൽവേ ചാർജസ്, ഡോഗ് ഡ്യൂസ്, കസ്റ്റംസ് ആൻഡ് ഒക്ട്രോയ് ഡ്യൂട്ടി, ഇമ്പോർട്ട് ഡ്യൂട്ടി, ക്ലിയറിംഗ് ചാർജസ്, ഇൻഷുറൻസ് ഓൺ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആൻഡ് അതർ എക്സ്പെൻസസ് ഇൻകേർഡ് ടു ബ്രിങ് ദ ഗുഡ്സ് ടു ഗോഡൗൺ ടു ദ കൺസൈനി അല്ലേ. കൺസൈനിയുടെ ഗോഡൗൺ വരെ എത്തുന്നതിനുള്ള മറ്റ് എക്സ്പെൻസുകളെല്ലാം ഏത് കാറ്റഗറിയിലാണ് പെടുക, നോൺ റെക്കറിങ് എക്സ്പെൻസ് ആയിട്ടാണ് പെടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ സാധാരണ എഴുതാറുള്ളത് അല്ലേ. ഒക്ട്രോയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കലായിട്ടുള്ള പഞ്ചായത്തിനും മറ്റും കൊടുക്കേണ്ട ടാക്സ് ആണ്. ഇമ്പോർട്ട് ഡ്യൂട്ടി, ക്ലിയറിംഗ് ചാർജസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എന്താണ്, പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള എക്സ്പെൻസുകളെല്ലാം നോൺ റെക്കറിങ് എക്സ്പെൻസ് ആണ്. നോട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യം നോക്കിക്കേ, പ്രപ്പോർഷണേറ്റ് എമൗണ്ട് ഓഫ് നോൺ റെക്കറിങ് എക്സ്പെൻസസ് ഈസ് കൺസിഡേർഡ് ഫോർ ദി വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് വിത്ത് ദി കൺസൈനി ആൻഡ് ഫോർ ദി വാല്യുവേഷൻ ഓഫ് അബ്നോർമൽ ലോസ് അല്ലേ.
അതായത് നമുക്ക് ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പഠിക്കും ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ. അപ്പോൾ അങ്ങനെ വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഈ നോൺ റിക്കറിങ് എക്സ്പെൻസിൻ്റെ പ്രപ്പോർഷണേറ്റ് എമൗണ്ട്, ആനുപാതികമായിട്ടുള്ള, അതായത് എത്ര ഗുഡ്സാണോ വിൽക്കാതെ അവശേഷിക്കുന്നത് അത്രയും ഗുഡ്സിന് ആനുപാതികമായിട്ടുള്ള ഒരു നോൺ റിക്കറിങ് എക്സ്പെൻസിൻ്റെ വീതം കൂടി അവിടെ നമ്മൾ അതിൻ്റെ കൂടെ സ്റ്റോക്കിൻ്റെ വാല്യുവേഷന് വേണ്ടി കൂട്ടേണ്ടതാണ്. ഒപ്പം തന്നെ നോർമൽ ലോസിൻ്റെ വാല്യുവേഷൻ നമ്മൾ പിന്നീട് പഠിക്കും. ആ സമയത്ത് നമുക്ക് ഈ നോൺ റിക്കറിങ് എക്സ്പെൻസ് അതിൻ്റെ എമൗണ്ട് കൂട്ടേണ്ടതാണ്. ഇനി നമുക്ക് റിക്കറിങ് എക്സ്പെൻസ് ആണ് അടുത്ത് നോക്കുന്നത്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റംസ് ആണ് ഇവിടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ എഴുതുന്നത്. റിക്കറിങ് എക്സ്പെൻസസ് ആർ എക്സ്പെൻസസ് ഇൻകേർഡ് ആഫ്റ്റർ ദി ഗുഡ്സ് റീച്ച് ദ ഗോഡൗൺ ഓഫ് ദി കൺസൈനി. അല്ലേ, കൺസൈനിയുടെ ഗോഡൗണിൽ എത്തുന്നത് വരെയുള്ള ഗുഡ്സ്, അതിൻ്റെ ചിലവ് എന്തായിരുന്നു? അത് നോൺ റിക്കറിങ് എക്സ്പെൻസ് ആയിരുന്നു. ഗോഡൗണിൽ ഗുഡ്സ് എത്തിയതിന് ശേഷം ഉണ്ടാകുന്ന ചിലവുകളെല്ലാം എന്താണ്? റിക്കറിങ് എക്സ്പെൻസ് ആണ്. അല്ലേ, റിക്കറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവർത്തിച്ചുണ്ടാകുന്ന, റിപ്പീറ്റഡ് എന്നാണ്. നോൺ റിക്കറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവർത്തിക്കാത്ത എമൗണ്ട്, അത് ഒരു തവണ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അത് റിപ്പീറ്റഡ് ആയിട്ട് ഉണ്ടാവുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള അർത്ഥത്തിലാണ് നോൺ റിക്കറിങ് എന്ന് പറയുന്നത്. ഇവിടെ റിക്കറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ടുണ്ടാകുന്ന ചിലവെന്നാണ്. സച്ച് എക്സ്പെൻസസ് ഇൻക്ലൂഡ്, ഏതൊക്കെയാണ് ഈ ഒരു റിക്കറിങ് എക്സ്പെൻസിൽ വരിക? അഡ്വർടൈസിങ്, സെല്ലിംഗ് എക്സ്പെൻസ്, ഗോഡൗൺ എക്സ്പെൻസ്, ക്യാരേജ് ഔട്ട്വേർഡ്, സെയിൽസ്മാൻ സാലറി, ജനറൽ എക്സ്പെൻസ്, സൺട്രി എക്സ്പെൻസ്. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പെൻസുകളെല്ലാം എന്താണ്? അത് റിക്കറിങ് എക്സ്പെൻസ് ആണല്ലേ. ദീസ് എക്സ്പെൻസസ് ആർ ഇൻകേർഡ് റിപ്പീറ്റഡ്ലി ഓൺ ദി സെയിം കൺസൈൻമെൻറ്റ്. അപ്പോൾ കൺസൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പീറ്റഡായിട്ട് ആവർത്തിച്ച് വരുന്ന ചിലവുകളാണ് ഇതെല്ലാം. ഇനി റിക്കറിങ് എക്സ്പെൻസ് നീഡ് നോട്ട് ബി കൺസിഡേർഡ് ഫോർ ദി വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് ആൻഡ് അബ്നോർമൽ ലോസ്. അപ്പോൾ നമ്മൾ സ്റ്റോക്കിൻ്റെ വാല്യുവേഷനിലും അബ്നോർമൽ ലോസിൻ്റെ കാൽക്കുലേഷനിലൊക്കെ നമ്മൾ ഈ ഒരു റിക്കറിങ് എക്സ്പെൻസ് നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ എടുക്കുന്ന ഏത് മാത്രമേ ഉള്ളൂ? നോൺ റിക്കറിങ് എക്സ്പെൻസ് മാത്രമേ അതിൻ്റെ വാല്യുവേഷനിൽ എടുക്കുന്നുള്ളൂ എന്നുള്ളത് ഓർത്തിരിക്കുക. ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ നോൺ റിക്കറിങ് എക്സ്പെൻസ് ആൻഡ് റിക്കറിങ് എക്സ്പെൻസ് ഈസ് സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് അറ്റ് ദ ടൈം ഓഫ് വാല്യുവേഷൻ ഓഫ് അൺസോൾഡ് സ്റ്റോക്ക്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വാല്യുവേഷൻ ഓഫ് അൺസോൾഡ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷനിലും മറ്റും ഇത്തരത്തിലുള്ള ഈ നോൺ റിക്കറിങ് ആണോ റിക്കറിങ് ആണോ എന്ന് നമുക്ക് ഓരോ എക്സ്പെൻസുകൾ നമ്മൾ തിരിച്ചറിയണം. അല്ലേ, നോൺ റിക്കറിങ് എക്സ്പെൻസുകൾ നമ്മൾ ആഡ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ പ്രപ്പോർഷണേറ്റ് എമൗണ്ട് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ്റെ കൂടെ നമ്മൾ കൂട്ടിക്കാണിക്കേണ്ടതാണല്ലേ. അപ്പോൾ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് വാല്യുവേഷൻ ഓഫ് അൺസോൾഡ് സ്റ്റോക്കാണ്. അതായത് കൺസൈനിയുടെ കൈവശം കിട്ടിയിരിക്കുന്ന ഗുഡ്സ് ഒരു വർഷം കഴിയുമ്പോൾ, വർഷാവസാനം കുറേ ഗുഡ്സ് വിറ്റിട്ടുണ്ടാവും, വിൽക്കാതെ അവശേഷിക്കുന്ന ഗുഡ്സ് ഉണ്ടാവും. അല്ലേ, അങ്ങനെ വിൽക്കാതെ അവശേഷിക്കുന്ന ഗുഡ്സിനെയാണ് നമ്മൾ അൺസോൾഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് തന്നെയാണ്, അത് കൺസൈനർക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ അൺസോൾഡ് ഗുഡ്സ് റിമൈനിങ് വിത്ത് ദ കൺസൈനി അറ്റ് ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയർ ഈസ് കോൾഡ് കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് എന്നാണ് അതിന് വിളിക്കുക. കൺസൈൻമെൻറ്റ് സ്റ്റോക്ക്, അതായത് കൺസൈൻമെൻറ്റിന് വേണ്ടി അയച്ചു കൊടുത്ത ആ ഒരു ഗുഡ്സ് വിൽക്കാതെ അവശേഷിക്കുന്നത് സ്റ്റോക്കായിട്ടിരിക്കുന്നതാണ് കൺസൈൻമെൻറ്റ് സ്റ്റോക്ക്. അല്ലേ, ആസ് പെർ ദി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2, അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 പ്രകാരം, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാര്യത്തെക്കുറിച്ചും നമുക്ക് ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ചില അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും ലീഗലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 ആണ് നമുക്ക് സ്റ്റോക്കിൻ്റെ വാല്യുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 പ്രകാരം സ്റ്റോക്ക് ഈസ് ടു ബി വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ചെവർ ഈസ് ലോവർ ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് പ്രൂഡൻസ് ഓർ കൺസർവേറ്റിസം. നമുക്ക് സ്റ്റോക്ക് വാല്യൂ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റോക്കിൻ്റെ കോസ്റ്റ് പ്രൈസ്, അതിൻ്റെ ചിലവായ തുകയും, ഒപ്പം തന്നെ സ്റ്റോക്കിൻ്റെ ഇപ്പോൾ വിറ്റാൽ കിട്ടുന്ന തുക, അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് നമ്മൾ കമ്പയർ ചെയ്തും അതിൽ ഏതാണോ കുറവ്, വിച്ചെവർ ഈസ് ലോവർ, ആ എമൗണ്ട് ആയിരിക്കും നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷനായിട്ട്, ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ടായിട്ട് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ പ്രൂഡൻസ് കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ പ്രകാരമാണ്. അതായത് ആൻറ്റിസിപ്പേറ്റഡ്, നമ്മൾ എല്ലാ ലോസുകളും ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം, പക്ഷേ പ്രോഫിറ്റ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു യാഥാസ്ഥിതികമായിട്ടുള്ള പ്രിൻസിപ്പിൾ. അല്ലേ, പ്രൂഡൻസ് പ്രിൻസിപ്പിൾ കൺസർവേറ്റിസം പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ് നമ്മൾ മാർക്കറ്റ് പ്രൈസാണോ കോസ്റ്റ് പ്രൈസാണോ കുറവ്, അതിൻ്റെ ബേസിൽ നമ്മൾ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത്. അല്ലേ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഇവിടെ ഫോർ ദി വാല്യുവേഷൻ ഓഫ് കൺസൈൻമെൻറ്റ് ഓഫ് സ്റ്റോക്ക്, നമുക്ക് സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ദ ടേം കോസ്റ്റ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് മീൻസ് ഒറിജിനൽ കോസ്റ്റ് ഓഫ് അൺസോൾഡ് ഗുഡ്സ് പ്ലസ് പ്രപ്പോർഷണേറ്റ് നോൺ റിക്കറിങ് എക്സ്പെൻസ് പെയ്ഡ് ബൈ ദ കൺസൈനർ ആൻഡ് കൺസൈനി. അതായത് എത്ര ഗുഡ്സാണോ വിൽക്കാതെ അവശേഷിക്കുന്നത് ആ ഗുഡ്സിൻ്റെ ഒറിജിനൽ കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ നോൺ റിക്കറിങ് എക്സ്പെൻസിൻ്റെ പ്രപ്പോർഷണേറ്റ് ആനുപാതികമായിട്ടുള്ള എമൗണ്ട്, കൺസൈനർ വഴി ചിലവായിട്ടുള്ള നോൺ റിക്കറിങ് എക്സ്പെൻസ് ആണെങ്കിലും കൺസൈനി വഴി ചിലവായിട്ടുള്ള നോൺ റിക്കറിങ് എക്സ്പെൻസ് ആണെങ്കിലും അതിൻ്റെ ആനുപാതികമായിട്ടുള്ള ഒരു തുകയും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടിയിട്ടാണ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ നടത്തുക. അല്ലേ, അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു പെർഫോമ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഷോവിങ് വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക് വാല്യൂ ചെയ്യാൻ വേണ്ടി നമ്മളോട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുന്നതിനുള്ള പെർഫോമ ഇത് ഇങ്ങനെയാണ്. ആദ്യം കോസ്റ്റ് ഓഫ് സ്റ്റോക്ക്, അതായത് കോസ്റ്റ് ഓഫ് സ്റ്റോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര എണ്ണം സ്റ്റോക്കാണോ ബാക്കി നിൽക്കുന്നത്
അതേ ഇൻറ്റു കോസ്റ്റ് പ്രൈസ്. ഒരു എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്ര എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് പ്രൈസ് അതേ ഇൻറ്റു എത്ര യൂണിറ്റാണോ വിൽക്കാതെ അവശേഷിക്കുന്നത് അല്ലേ, അതാണ് സ്റ്റോക്കിൻ്റെ എണ്ണം. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. അതുകൂടാതെ നമ്മൾ അതിൻ്റെ കൂടെ പ്രൊപ്പോർഷനേറ്റ് എക്സ്പെൻസ് പെയ്ഡ് ബൈ ദ കൺസൈനർ. പ്രൊപ്പോർഷനേറ്റ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നോൺ റെക്കറിങ് എക്സ്പെൻസ് ആണ്. കൺസൈനറുടെ ഭാഗത്തുനിന്നുണ്ടായ നോൺ റെക്കറിങ് എക്സ്പെൻസിൻ്റെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ടും ഒപ്പം തന്നെ പ്രൊപ്പോർഷനേറ്റ് നോൺ റെക്കറിങ് എക്സ്പെൻസ് പെയ്ഡ് ബൈ ദ കൺസൈനി കൊടുത്തിട്ടുള്ള നോൺ റെക്കറിങ് എക്സ്പെൻസിൻ്റെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ടും. അപ്പോൾ അത്തരത്തിലുള്ള ചിലവുകളുടെ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് സ്റ്റോക്കിൻ്റെ വാല്യൂ അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം ഇതുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് ചെയ്ത് നോക്കാം. അതിൽ നമുക്ക് എത്ര ഗുഡ്സാണ് അയച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ഗുഡ്സിൻ്റെ സ്റ്റോക്ക് വാല്യൂ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, വിൽക്കാതെ അവശേഷിച്ചിരിക്കുന്ന ഗുഡ്സ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഇടയിലുള്ള നോൺ റെക്കറിങ് എക്സ്പെൻസുകൾ റെക്കറിങ് എക്സ്പെൻസുകളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോൺ റെക്കറിങ് എക്സ്പെൻസുകളെല്ലാം കൂടി നമുക്ക് എടുത്തിട്ട് അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് നമ്മൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ വാല്യൂൻ്റെ കൂടെ കൂട്ടണം അല്ലേ. അപ്പോഴാണ് നമുക്ക് ഈ ഒരു വാല്യൂ ഓഫ് സ്റ്റോക്ക് നമുക്ക് കിട്ടുക. നോക്കാം. 1 January 2016 ഹീറോ സൈക്കിൾസ് ഇന്ത്യ ലിമിറ്റഡ് ലുധിയാന കൺസൈൻഡ് 1000 സൈക്കിൾസ് അറ്റ് ₹1,500 ഈച്ച് ടു കേരള സൈക്കിൾ എംപോറിയം അല്ലേ. അപ്പോൾ നമുക്കിവിടെ അയച്ചിരിക്കുന്നത് ലുധിയാന ഹീറോ സൈക്കിൾസ് ഇന്ത്യ ലിമിറ്റഡ് അല്ലേ. അവരാണ് കൺസൈനർ കമ്പനി. ഇപ്പോൾ ലുധിയാന എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൺസൈൻഡ് 1000 സൈക്കിൾസ്. എത്ര സൈക്കിൾസാണ്, എത്ര എണ്ണം സൈക്കിളാണ് അയക്കുന്നത്? 1000 സൈക്കിള് അറ്റ് ₹1,500 ഇതാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞല്ലേ. 1500 രൂപയ്ക്കാണ് ഇവർ കൺസൈൻമെൻറ്റിന് വേണ്ടി അയക്കുന്നത്. കേരള സൈക്കിൾ എംപോറിയം എന്ന് പറയുന്ന കാലിക്കറ്റിലെ കേരള സൈക്കിൾ എംപോറിയം കൺസൈനി അല്ലേ, ഇതാണ് കൺസൈനി, ഇവർക്കാണ് അയക്കുന്നത്. ദേ പെയ്ഡ് ഫ്രൈറ്റ് ₹5,000, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജ് ₹3,000, ക്യാരേജ് 2,000, ഇൻഷുറൻസ് 2,500 അല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹീറോ സൈക്കിൾസ് കൺസൈനർ അവരിതുമായിട്ട് ബന്ധപ്പെട്ട് ചിലവാക്കിയ തുകയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഫ്രൈറ്റ്, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജ്, ക്യാരേജ്. വെറുതെ ക്യാരേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരേജ് ഇൻവേർഡ് ആണല്ലേ. അപ്പോൾ ക്യാരേജ് ഇൻവേർഡ് ആണ്. അപ്പോൾ നോൺ റെക്കറിങ് എക്സ്പെൻസ് ആണ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, നോൺ റെക്കറിങ് എക്സ്പെൻസ് ആണ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ വിലയുടെ കൂടെ കൂട്ടേണ്ടതുണ്ടല്ലേ. ഇനി കേരള സൈക്കിൾ എംപോറിയം ടുക്ക് ഡെലിവറി ഓഫ് ദി ഗുഡ്സ്. കേരള സൈക്കിൾ എംപോറിയം ഗുഡ്സിൻ്റെ ഡെലിവറി, അവർക്കത് ഗുഡ്സ് കിട്ടി. ഗിവിങ് ആൻ അഡ്വാൻസ് ഓഫ് ₹50,000, 50,000 രൂപ അഡ്വാൻസ് അത് കൺസൈനർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്കിവിടെ റെലവൻ്റ് അല്ല, നമുക്ക് വാല്യൂ ഓഫ് സ്റ്റോക്കാണ് കണ്ടുപിടിക്കേണ്ടത്. ദേ പെയ്ഡ് ₹4,500 ഫോർ ക്യാരേജ്, 2,500 ഫോർ ഒക്ട്രോയ് ആൻഡ് 800 ഫോർ ക്ലിയറിംഗ് ചാർജസ് അല്ലേ. അപ്പോൾ ഇത്രയും എമൗണ്ട് കൂടി ഇവിടെ കൺസൈനറുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. കൺസൈനറുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഈ എമൗണ്ടുകൾ എന്താണ്? അത് നോൺ റിക്കറിങ് എക്സ്പെൻസ് ആണല്ലേ. ഈ എമൗണ്ടിൻ്റെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് നമ്മൾ ഇവിടെ കൂട്ടേണ്ടതാണ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു പോയിന്റ് പ്രകാരം അല്ലേ. ഇനി ഇത് കൺസൈനി സെൻറ്റേറ്റുള്ള കമ്മീഷൻ 10%, കമ്മീഷൻ 10% ആണെന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് സ്റ്റോക്കിൻ്റെ വാല്യൂഷനോട് ബന്ധപ്പെട്ട് കമ്മീഷൻ്റെ പെർസെൻറ്റേജ് നമുക്ക് ഇറലവൻ്റ് ആണ്, നമ്മളിത് നോക്കേണ്ട ആവശ്യമില്ല. ദേ ഓൾസോ പെയ്ഡ് ഗോഡൗൺ എക്സ്പെൻസ് 4,200. അപ്പോൾ ഗോഡൗണിൽ ഗുഡ്സ് എത്തിയതിന് ശേഷമുള്ള ആ ഒരു എക്സ്പെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അതെന്താണ്, റിക്കറിങ് എക്സ്പെൻസ് ആണല്ലേ. അപ്പോൾ 4,200 ഉണ്ട്, സെല്ലിംഗ് എക്സ്പെൻസ് 7,000 ഉണ്ട്, ക്യാരേജ് ഔട്ട്വേഡ് 3,300 ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം റിക്കറിങ് എക്സ്പെൻസ് ആണ്. ഇനി കേരള സൈക്കിൾ എംപോറിയം ലെറ്റർ സെൻഡ് ഓൺ അക്കൗണ്ട് സെയിൽസ് കൺസൈനി അയക്കുമ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ട് 800 സൈക്കിൾസ് വെയർ സോൾഡ്. 800 സൈക്കിളാണ് കൊടുത്തിരിക്കുന്നത്, വിറ്റിരിക്കുന്നത് 800 സൈക്കിളാണ്. എത്ര സൈക്കിളായിരുന്നു അയച്ചത്? 1000 സൈക്കിളാണ് അയച്ചത്. അതിൽ 800 സൈക്കിളാണ് വിറ്റ വില എന്ന് പറയുന്നത് 2,000 രൂപ. ഒരു സൈക്കിളിന് 2,000 രൂപ വിലയിട്ടാണല്ലേ. അപ്പോൾ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് ഓൺ 31 March 2016 എന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ ഒരു ഫോർമാറ്റ് പ്രകാരം കോസ്റ്റ് ഓഫ് സ്റ്റോക്ക് നമുക്ക് കണ്ടുപിടിക്കണം ആദ്യം. അതിൽ വിൽക്കാതെ അവശേഷിക്കുന്ന സ്റ്റോക്ക് എത്രയാണ്, അത് ഇൻറ്റു കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞ എമൗണ്ട് ഇവിടെ എഴുതണം അല്ലേ. നമുക്ക് വിൽക്കാതെ അവശേഷിച്ചിരിക്കുന്നത് എത്രയാണ് വിൽക്കാത്തത് എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം? 1000 സൈക്കിളാണ് അയച്ചത്, വിറ്റത് എത്രയാണ്? 800 ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 200 എണ്ണം വിറ്റിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ സ്റ്റോക്ക് ഗുഡ്സ് കൺസൈൻമെൻറ്റ് നടത്തിയത്, അയച്ചു കൊടുത്തത് 1000 മൈനസ് ഗുഡ്സ് സോൾഡ് 800 അല്ലേ. അപ്പോൾ 200 സൈക്കിളാണ് വിൽക്കാതെ അവശേഷിക്കുന്നത്. ഇനി നമുക്ക് വാല്യുവേഷൻ ഓഫ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷനോട് ബന്ധപ്പെട്ട ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാം. കോസ്റ്റ് ഓഫ് സ്റ്റോക്കാണ് ആദ്യം എഴുതേണ്ടത്. നമുക്ക് 200 സൈക്കിളാണ് വിൽക്കാതെ അവശേഷിക്കുന്നത് അല്ലേ. ഇപ്പോൾ 200 ഇൻറ്റു 1500. 1500 എവിടെ നിന്നാണ് കിട്ടിയത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 1,500 രൂപയ്ക്കാണ് അയച്ചിരിക്കുന്നത് അല്ലേ. കൺസൈൻമെൻറ്റ് ഇവിടെ ഹീറോ സൈക്കിൾസ് നടത്തിയിരിക്കുന്നത് 1,500 രൂപ വിലയിട്ടാണ്. അതിന് കോസ്റ്റ് പ്രൈസ് 1,500 ആണ് അല്ലേ. അതിൻ്റെ വിൽപ്പന വില എന്ന് പറയുന്നത് 2,000 ആണ് അല്ലേ. നമ്മളിവിടെ എടുക്കേണ്ടത് കോസ്റ്റ് പ്രൈസാണ്. അപ്പോൾ 200 ഇൻറ്റു 1,500 3 ലക്ഷം കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? പ്രൊപ്പോർഷനേറ്റ് എക്സ്പെൻസ് പെയ്ഡ് ബൈ ദ കൺസൈനർ അല്ലേ. ഇപ്പോൾ കൺസൈനർ കുറേ എമൗണ്ട്
ഇവിടെ നോൺ റിക്കറിങ് എക്സ്പെൻസ് പേയ്മെൻറ്റ് എടുത്തിട്ടുണ്ട് 5000 പ്ലസ് 3000 പ്ലസ് 2000 പ്ലസ് 2500 12500 രൂപ ഉണ്ടല്ലേ. ഈ 12500 രൂപ കൊടുത്തിരിക്കുന്നത് 1000 സൈക്കിളിന് വേണ്ടിയാണ്. അതിൽ എത്രയാണോ നമുക്ക് ബാക്കി നിൽക്കുന്നത് ഇനി 200 സൈക്കിൾ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ 1000 സൈക്കിളിന് വേണ്ടി 12500 കൊടുത്തിരിക്കുന്നു. അങ്ങനെയാണ് 200 സൈക്കിളിന് എത്ര എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പ്രപ്പോർഷണേറ്റ് എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലേ. 12500 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 200 എന്ന് അങ്ങനെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ 12500 ഇൻറ്റു 1000 അല്ലേ. 200 ആണ് ഇനി ബാക്കി നിൽക്കുന്നത് അല്ലേ. അപ്പോൾ 12500 നമ്മൾ ഇൻറ്റു 200 ബൈ 1000 എന്ന് പറയുമ്പോൾ എത്രയാണ് ഈ 12500 200ൻ്റെ എമൗണ്ട് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ 2500 കിട്ടും അല്ലേ. അപ്പോൾ ഈ പ്രപ്പോർഷൻ കണ്ടുപിടിക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടോട്ടൽ തുക 12500 എന്ന് പറയുന്നത് അത് 1000 സൈക്കിളിന് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ 200 സൈക്കിളിന് എത്ര എന്നുള്ളതാണ് ഈ കണ്ടുപിടിക്കുന്നത് അല്ലേ. 12500 ഇൻറ്റു 200 ബൈ 1000. ഇനി പ്രപ്പോർഷണേറ്റ് നോൺ റിക്കറിങ് എക്സ്പെൻസ് പെയ്ഡ് ബൈ ദ കൺസേനി. ഇവിടെ കൺസേനിയുടെ ഭാഗത്ത് നിന്ന് നോൺ റിക്കറിങ് എക്സ്പെൻസ് വന്നിട്ടുണ്ട് അല്ലേ. കൺസേനി എത്ര രൂപയാണ് നോൺ റിക്കറിങ് ആയിട്ട് ചിലവാക്കിയിട്ടത്? ദേ പെയ്ഡ് 4500 ഫോർ ക്യാരേജ്, 2500 ഫോർ ഒക്ട്രോയ്, 800 ഫോർ ക്ലിയറിംഗ് ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത്രയും എമൗണ്ട് അവർ ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ 7800 രൂപയാണ് വരുന്നത്. 7800 ഇൻറ്റു 200 ബൈ 1000 അല്ലേ. 7800 എന്ന് പറയുന്നത് 1000 സൈക്കിളിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇൻറ്റു 200 ബൈ 1000 എന്ന് പറയുമ്പോൾ 7800ൻ്റെ പ്രപ്പോർഷനേറ്റ് എമൗണ്ട് കിട്ടും 1560. അപ്പോൾ ഇതെല്ലാം അവിടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ ഓഫ് സ്റ്റോക്ക് 3,04,060 രൂപ എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതത്രയേ ഉള്ളൂ. നമ്മൾ നോൺ റിക്കറിങ് എക്സ്പെൻസും റിക്കറിങ് എക്സ്പെൻസും ഏതാണ് തിരിച്ചറിയണം. അതിനുശേഷം നമ്മൾ കോസ്റ്റ് ഓഫ് സ്റ്റോക്ക് ആദ്യം കണ്ടുപിടിച്ചതിന് ശേഷം പിന്നീട് നോൺ റിക്കറിങ്ങിൻ്റെ എക്സ്പെൻസ് അത് കൺസൈനർ കൊടുത്തതാണെങ്കിലും കൺസൈനി കൊടുത്തതാണെങ്കിലും അല്ലേ അതിൻ്റെ പ്രപ്പോർഷനേറ്റ് എക്സ്പെൻസ് നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് വാല്യൂ ഓഫ് സ്റ്റോക്കിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ്സോടുകൂടി നമുക്ക് ഈ ഒരു പോർഷൻ അവസാനിപ്പിക്കാം. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ക്ലാസ്സുകൾ തുടരുന്നതാണ്. താങ്ക്